ഹലോ ഓൾ. അപ്പോൾ എൻ്റെ പേര് ഫബിൻ. ഞാൻ പ്രൊപ്പൈസ് സ്റ്റുഡൻ്റ് ആണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു സ്റ്റാർട്ടിങ്ങിലാണ്. കുറച്ചൊരു ഹാഫ് ആയപ്പോഴാണ് പ്രൊപ്പൈസിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഞങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു പ്രൊപ്പൈസിൽ ജോയിൻ ചെയ്തിരുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തു, ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്ലസ് ടു ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കാര്യത്തിൽ പറയുകയാണ്, എസ്പെഷ്യൽ എക്കണോമിക്സ് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ്സിൽ കേട്ടത് പിന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ. എക്കണോമിക്സ് ഒക്കെ ശരിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ അന്ന് സെൻഡ് ചെയ്ത് തന്നു. അപ്പം പ്ലസ് ടു എക്സാം എഴുതിയതൊക്കെ പ്രൊപ്പൈസിന്റെ ഹെൽപ്പോട് കൂടി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് CUET പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ CUET പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതന്നെ പ്ലസ് ടു ആണല്ലോ. അപ്പോൾ എക്കണോമിക്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എക്കണോമിക്സ് പ്ലസ് ടു ക്ലാസ് തന്നെ ഇട്ട പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ബാക്കി ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം GK ആയിരുന്നാലും ഇംഗ്ലീഷ് ടെസ്റ്റുകളൊക്കെ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. പക്ഷെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ഉച്ചക്കേനി. അങ്ങനെ ഉച്ചക്ക് അവിടെ എത്തി. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, വലിയ ടെൻഷനൊന്നും ഇല്ല. ഇനി അപ്പോൾ അവിടെ എത്തി ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ പരിചയം നമുക്ക് എന്ത് ചോദിക്കാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം, അങ്ങനെ നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ എക്സാം പേപ്പറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക്സ് ഞാൻ വെറുതെ സത്യം പറഞ്ഞാൽ എന്താ പറയാ എറിഞ്ഞു നോക്കാം, കൊള്ളാണെങ്കിൽ കൊള്ളാനുള്ള രീതിയിൽ എഴുതിയ എക്സാമിന്. കാരണം ഒരു ഉറപ്പില്ല, ഇനി ഡീപ്പായിട്ട് വന്നാൽ എന്തായാലും എക്സാം എഴുതാൻ ശരിക്കും എക്സാം എഴുതാൻ കഴിയില്ല എനിക്ക് ഉറപ്പിനി. പക്ഷെ എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റി. മറ്റേ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് അതൊക്കെ സ്കിപ്പ് ചെയ്ത്, എന്നാലും ഏകദേശം 39 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഇതിന് ടൈം കഴിഞ്ഞു. സെലക്ട് ചെയ്യുകയാണ് ഏതെങ്കിലും ഒന്ന്, കാരണം 1 മാർക്കല്ലേ ഗോൾഡ് തെറ്റിയാൽ. അത് കരുതി സെലക്ട് ചെയ്യുന്ന അപ്പൊ ഇതിന് ടൈം കഴിഞ്ഞുപോയി. പിന്നെ സോഷ്യോളജിന്റെ കാര്യത്തിൽ വരാണെങ്കിൽ രാവിലെ എന്റെ 2 ഫ്രണ്ട്സിന് എക്സാം ഉണ്ടായിരുന്നു. അവർക്ക് അപ്പനെ വിളിച്ച് എക്സാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് കോൺസെപ്റ്റ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നല്ലോ ഉണ്ട്, അപ്പൊ നല്ല നോക്കി പോയിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പയാണെങ്കിൽ ഞാൻ സിറ്റിയിലെത്തി, ഒന്നിനും പഠിക്കാൻ ടൈമില്ല. ഇപ്പം ഏതായാലും വരുന്നോട്ട് വെച്ച് കാണാനുള്ള രീതിയിൽ പോയത്. പക്ഷെ ഈ ടേംസ്, ഓരോരുത്തരുടെ പേര്, അതേപോലെ സോഷ്യോളജിയിൽ നല്ല ടേംസ് അങ്ങനെയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് വന്നത്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ സീക്വൻസിങ് റെഡിയാക്കുക, ഇയർ വെച്ചിട്ട് റെഡിയാക്കുക, അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ വന്നത്. അപ്പൊ എല്ലാം എടുങ്ങാറൊന്നും ഇല്ലാതെ പഠിച്ചൊക്കെ വെച്ചിട്ട് തന്നെ പഠിച്ച വേഗമൊക്കെ ശരിയായെന്ന് തോന്നി. പിന്നെ ജാമ്യന്റെ എക്സാം എഴുതി, അത് നല്ല ടഫേനി. അപ്പം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ CUET ഒന്നുകൂടി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ പറ്റി. എവിടെയൊക്കെ ഒരു ഹോപ്പൊക്കെ ഉണ്ട്. സോഷ്യോളജി എക്കണോമിക്സ് വെച്ച് നോക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അധികം ടോപ്പിക് ടെസ്റ്റ് എടുത്തിട്ടില്ല. ഇംഗ്ലീഷും ജനറലും ഒക്കെ എടുക്കാൻ പോണേ ഉള്ളൂ. അതേപോലെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒക്കെ ഇനി 19th എക്സാം, അപ്പൊ അതിന്റെ കുറച്ച് മുന്നായിട്ട് എടുക്കാന്ന് കരുതിയിട്ടാണ്. പിന്നെ സോഷ്യോളജി ഓൾമോസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു. പ്രപ്പോസ് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് തരുന്നത്, പക്ഷെ അതിനെക്കൂടെ കുറച്ച് ഈസിയാണ് CUET എക്സാം. ക്ലാസ്സസ് ഒക്കെ തന്നെയാണ്, ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്, ലൈവ് ക്ലാസ്സസ് ഒക്കെ. പക്ഷെ അധികം അറ്റൻഡ് ചെയ്തില്ലായിരുന്നു, എന്നാലും അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒക്കെ അല്ലായിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഡൗൺലോഡ്സിൽ കിടക്കുന്നുണ്ട്, GKന്റെ അത് കേൾക്കാൻ വേണ്ടിയിട്ട്, GK എക്സാം ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു.